മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. മോൻസൺ മാവുങ്കൽ 3 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. മോൻസൺ മാവുങ്കൽ ചമച്ച വ്യാജരേഖകളുടെ ഉറവിടം കണ്ടെത്തണമെന്ന് ക്രൈംബ്രാഞ്ച്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മോൻസൺ കോടതിയിൽ. സാമ്പത്തിക തട്ടിപ്പിനായി മോൻസൺ മാവുങ്കൽ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇടപാടുകൾ നടത്തിയത് മുതിർന്ന നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും പേര് പറഞ്ഞു. മോൻസന്റെ വീട്ടിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയത് മുൻ DGP ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശത്തെ തുടർന്ന്. ബീറ്റ് ബോക്സ് സ്ഥാപിച്ചത് മോൻസന്റെ അപേക്ഷ പരിഗണിച്ച്. ഉത്തരവിന്റെ പകർപ്പ് 24-ന്. മോൻസൺ മാവുങ്കലുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. തനിക്കോ ഓഫീസിനോ പ്രതിയുമായി ബന്ധമില്ല. പ്രചരിക്കുന്നത് ഓഫീസിലെത്തിയപ്പോഴുള്ള ചിത്രങ്ങളെന്നും മന്ത്രി. മോൻസൺ കേസിൽ കെ സുധാകരനെതിരായ ആരോപണങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മോൻസൺ മാവുങ്കലിന്റെ ഇടപെടലുമായി ബന്ധമില്ലെന്ന് ഹൈബി ഈഡൻ MP. മോൻസണുമായുള്ള ബന്ധത്തിൽ കെ സുധാകരൻ ജാഗ്രത പാലിക്കണമായിരുന്നുവെന്ന് ബെന്നി ബെഹനാൻ. മോൻസൺ മാവുങ്കലുമായി തനിക്കുണ്ടായിരുന്നത് അയൽവാസി എന്ന നിലയിലുള്ള അടുപ്പമെന്ന് നടൻ ബാല 24 എൻകൗണ്ടറിൽ. മോൻസൺ ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു. മോൻസനെ പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടില്ലെന്നും ബാല. മോൻസൺ മാവുങ്കലിന് ശ്രീവത്സം ഗ്രൂപ്പ് കൈമാറിയ പണത്തിന്റെ വിശദാംശങ്ങൾ 24-ന്. അക്കൗണ്ടിൽ 2 തവണയായി നിക്ഷേപിച്ചത് 1 കോടി രൂപ. മോൻസൺ മാവുങ്കലിന് പണം നൽകിയവർക്ക് ഡൽഹി വിമാനത്താവളത്തിൽ ഗ്രീൻ ചാനൽ. കനയ്യകുമാറും ജിഗ്നേഷ് മേവാനിയും കോൺഗ്രസിൽ. AICC ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. രാഹുൽ ഗാന്ധിക്കൊപ്പം ഷഹീദ് പാർക്കിൽ പുഷ്പാർച്ചന. കനയ്യകുമാർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയും പാർട്ടികളെയും ചതിച്ചുവെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. കനയ്യകുമാർ പാർട്ടി വിട്ടത് വ്യക്തി താത്പര്യങ്ങൾക്കായി. സംഘപരിവാർ ആക്രമണങ്ങളിൽ നിന്ന് കനയ്യകുമാറിനെ സംരക്ഷിച്ചത് CPI എന്നും D. രാജ. പഞ്ചാബ് കോൺഗ്രസിൽ നാടകീയ നീക്കങ്ങൾ. PCC അധ്യക്ഷ പദവി രാജിവെച്ച് നവ്ജോത് സിംഗ് സിദ്ധു. വ്യക്തിത്വം പണയപ്പെടുത്തി ഒത്തുതീർപ്പിനില്ലെന്ന് സിദ്ധു. മുട്ടിൽ മരം മുറിക്കൽ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി. പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ ഗുരുതരമെന്ന് കോടതി. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും നിരീക്ഷണം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി KSRTC പ്രത്യേക ബോണ്ട് സർവീസ് തുടങ്ങും. തീരുമാനം വിദ്യാഭ്യാസ ഗതാഗത വകുപ്പുകളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ. സർവീസ് ആവശ്യമുള്ള സ്കൂളുകൾക്ക് ദൂരപരിധി അനുസരിച്ച് നിരക്കിൽ മാറ്റം വരുത്തിയാകും സൗകര്യം ലഭ്യമാക്കുക. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ കുറവ്. 24 മണിക്കൂറിടെ 18,795 പുതിയ കേസുകളും 179 മരണവും. 6 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പ്രതിദിന കണക്ക്. സംസ്ഥാനത്ത് 11,196 പേർക്ക് കൂടി കോവിഡ്. 18,849 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിടെ പരിശോധിച്ചത് 96,436 സാമ്പിളുകൾ. കേരളത്തിൽ നിന്ന് കർണാടക അതിർത്തി കടക്കുന്നതിന് RT-PCR പരിശോധനാ ഫലം നിർബന്ധമാക്കിയതിനെതിരായ ഹർജികൾ ഹൈക്കോടതി തള്ളി. കോടതി നടപടി കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതല്ല വിഷയമെന്ന് വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എറണാകുളം CPI-ൽ കടുത്ത നടപടി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 12 പേർക്ക് സസ്പെൻഷൻ. നടപടി നേരിട്ട് CK മണിശങ്കറും NC മോഹനനും ഉൾപ്പെടെയുള്ള നേതാക്കൾ. കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ഷാജു ജേക്കബിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോൺഗ്രസിൽ നിലവിൽ പ്രശ്നങ്ങളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയെ കാണുമെന്നും VD സതീശൻ. മുൻ ഹരിത നേതാക്കൾക്കെതിരായ വിമർശനം തുടർന്ന് ലീഗ് നേതാക്കൾ. ലിംഗരാഷ്ട്രീയമല്ല സമുദായ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് വനിതാ ലീഗ് അധ്യക്ഷ നൂർബീന റഷീദ്. അട്ടപ്പാടിയിൽ ആദിവാസി ദമ്പതികൾക്കെതിരെ വെടിയുതിർത്തതായി പരാതി. പഴത്തോട്ടം സ്വദേശി ഈശ്വരൻ അറസ്റ്റിൽ. ഭീഷണിപ്പെടുത്തിയത് കൃഷിയിടത്തിൽ പശുക്കൾ ഇറങ്ങിയതിന് പോലീസ് തോക്ക് പിടിച്ചെടുത്തു. 1650 KSRTC ബസ്സുകളുടെ ഫിറ്റ്നസ് ഈ മാസം അവസാനിക്കും. നിലവിൽ പരിഹരിക്കാനുള്ള സാഹചര്യമില്ലെന്ന് KSRTCയുടെ വിലയിരുത്തൽ. ഫിറ്റ്നസ് കാലാവധി ഡിസംബർ 31 വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത വകുപ്പിനെ സമീപിച്ചു. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് അവസരമൊരുക്കുന്ന ആദ്യ OTT സ്കൂൾ സംവിധാനത്തിന് തുടക്കമായി. ഫ്യൂച്ചർ സിറ്റി OTT സ്കൂളിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ആലപ്പുഴയിലെ വ്യാജ അഭിഭാഷകയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വ്യാജ അഭിഭാഷകയായി പ്രവർത്തിച്ച രാമങ്കരി സ്വദേശിനി സെസ്സിക്കെതിരെയാണ് നോട്ടീസ്. വിവരം ലഭിക്കുന്നവർ പോലീസിനെ അറിയിക്കാൻ നിർദ്ദേശം. KPCC അധ്യക്ഷൻ K. സുധാകരനെ പരിഹസിച്ച CPI പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. കോസ്മെറ്റോളജി ചികിത്സ നേടിയ K. സുധാകരൻ കോൺഗ്രസിനെ നയിക്കുന്നത് അർത്ഥപൂർണം. കോൺഗ്രസിനെ കോസ്മിക് ശക്തികൾ രക്ഷിക്കട്ടെ എന്നും MA ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്.
പാലക്കാട് നഗരസഭയിൽ UDF കൗൺസിലർമാർക്ക് അനുവദിച്ച മുറി മാറ്റിയതിനെതിരെ പ്രതിഷേധം. UDF അംഗങ്ങൾക്ക് അനുവദിച്ച മുറി മാറ്റിയത് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രമീള ശശിധരന് വേണ്ടി. ജനവാസ മേഖലയിലെ ആനശല്യത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. ആന ഇറങ്ങുന്നത് തടയാൻ എന്ത് നടപടി സ്വീകരിക്കാനാകുമെന്ന് വ്യക്തമാക്കണമെന്ന് കോടതി നിർദ്ദേശം. 2020 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറിയെ നിയമിച്ചു. നടിയും സംവിധായികയുമായ സുഹാസിനി ജൂറി ചെയർപേഴ്സൺ, കന്നഡ സംവിധായകൻ P. ശേഷാദ്രിയും പ്രമുഖ സംവിധായകൻ ഭദ്രനും പ്രാഥമിക വിധി നിർണയ സമിതിയിലെ 2 സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരാകും. PR ശ്രീജേഷിന്റെ ഒളിമ്പിക്സ് മെഡൽ നേട്ടം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അഭിമാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ജോയിന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകിയ ഉത്തരവ് ശ്രീജേഷിന് കൈമാറി. 21 വർഷത്തെ അനുഭവത്തിൽ നിന്ന് കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി കായിക രംഗത്ത് ചെയ്യാനാകുന്നത് ചെയ്യുമെന്ന് ശ്രീജേഷ്. ദേശീയ വാർത്തകൾ. ഡൽഹി മണ്ടോളി ജയിലിൽ 25 തടവുകാർക്ക് പരുക്ക്. തടവുകാർ സ്വയം പരുക്കേൽപ്പിച്ചതാണെന്ന് ജയിൽ അധികൃതർ. സെയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാത്തതാണ് കാരണമെന്ന് വിശദീകരണം. ആന്ധ്രാപ്രദേശിൽ 773 പേർക്ക് കൂടി കോവിഡ്. 8 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 11,912 പേർ. ഭിന്നശേഷിക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് സംവരണം നൽകണമെന്ന വിധി നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. വിധി നടപ്പാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ 4 മാസത്തിനകം പുറപ്പെടുവിക്കണമെന്നും ജസ്റ്റിസ് L. നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. മഹാരാഷ്ട്രയിൽ കനത്ത മഴയെ തുടർന്ന് ഗോദാവരി നദിയിലെ ജലനിരപ്പ് ഉയർന്നു. നാഷിക് മേഖലയിൽ വിവിധയിടങ്ങൾ വെള്ളത്തിനടിയിലായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് കാൽക്കട്ട ഹൈക്കോടതി. പൊതുതാത്പര്യ ഹർജിയിലെ ആവശ്യം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് രാജേഷ് ബിൻഡൽ അധ്യക്ഷനായ ബെഞ്ച് തള്ളി. ഈ വർഷം ഹരിയാനയിലെ കർഷകരുടെ വിളകൾ മാത്രമേ സംഭരിക്കൂവെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. രാജസ്ഥാനിൽ നിന്നുള്ള കർഷകരുടെ വിളകൾ ഈ വർഷം സ്വീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ സയ്യിദ് ഖാനെ മുംബൈ കോടതി ഒക്ടോബർ 1 വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ശിവസേന നേതാവ് ഭാവന ഗവാലിയുടെ സഹായിയാണ് സയ്യിദ് ഖാൻ. തുടർച്ചയായ ദിവസങ്ങളിലെ നേട്ടത്തിനൊടുവിൽ സൂചികകൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 410 പോയിന്റ് നഷ്ടത്തിൽ 59,667-ലും നിഫ്റ്റി 106.5 പോയിന്റ് നഷ്ടത്തിൽ എത്തി. തിഹാർ ജയിലിൽ തടവുകാർക്കിടയിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ഡൽഹി ചീഫ് സെക്രട്ടറിക്കും ജയിലുകൾക്കുമാണ് നോട്ടീസ് അയച്ചത്. അന്താരാഷ്ട്ര വാർത്തകൾ. 12 ഭീകര സംഘടനകൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായി അമേരിക്ക. സുപ്രധാന വെളിപ്പെടുത്തൽ സ്വതന്ത്ര കൗണ്ടറേഷണൽ റിസർച്ച് സർവീസിന്റേത്. ചൈന പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ആയുധബലം കൂട്ടാനൊരുങ്ങി തായ്വൻ. പ്രതിരോധം വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകി പ്രതിരോധ മന്ത്രി ചിയു കൂച്ചെങ്. ബ്രിട്ടനിൽ ഇന്ധന വിതരണത്തിലെ പ്രതിസന്ധി നേരിടാൻ സൈന്യം രംഗത്ത്. തിരിച്ചടിയായത് ഡ്രൈവർമാരുടെ കുറവ്. ആവശ്യമെങ്കിൽ സൈനിക ടാങ്കറിന്റെ ഡ്രൈവർമാരെ നിയോഗിക്കുമെന്ന് സേന. കോവിഡ് പശ്ചാത്തലത്തിൽ ജപ്പാനിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ വ്യാഴാഴ്ചയോടെ പിൻവലിക്കാൻ ധാരണ. നടപടി പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന്. ജപ്പാൻ കടലിൽ മിസൈൽ പരീക്ഷണം നടത്തിയ ഉത്തര കൊറിയ. ബലിസ്റ്റിക് മിസൈലാണ് പരീക്ഷിച്ചതെന്ന് ജപ്പാൻ മാധ്യമങ്ങൾ. ഉത്തര കൊറിയയുടെ നീക്കം ദക്ഷിണ കൊറിയയുമായുള്ള ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചതിന് പിന്നാലെ. അഫ്ഗാനിസ്ഥാനിലെ ബാങ്കിംഗ് സംവിധാനം തകർച്ചയുടെ വക്കിലെന്ന് റിപ്പോർട്ട്. ഉപഭോക്താക്കൾ പരിഭ്രാന്തരായതിനാൽ ബാങ്കിംഗ് മേഖല പ്രതിസന്ധിയിലെന്ന് ഇസ്ലാമിക് ബാങ്ക് ഓഫ് അഫ്ഗാനിസ്ഥാൻ ചീഫ് എക്സിക്യൂട്ടീവ് സയ്യിദ് മൂസ കലീം അൽ ഫലാഹി. ഇലക്ട്രിക് കാർ നിർമ്മാണത്തിൽ $11.4 ബില്യൺ നിക്ഷേപിക്കുമെന്ന് പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഫോർഡ്. 2025ഓടെ 11,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന 4 പുതിയ പ്ലാന്റുകൾ നിർമ്മിക്കുമെന്നും പ്രഖ്യാപനം. കാനഡയിലുണ്ടായ ഖനി അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കുടുങ്ങിക്കിടക്കുന്നത് 39 തൊഴിലാളികൾ. അപകടം സഡ്ബറിയിലെ വെയിൽസ് ടോട്ടൻ ഖനിയിൽ. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുൻ പാക് ക്രിക്കറ്റ് താരം ഇൻസമാം ഉൽ ഹക്കിന്റെ ആരോഗ്യനില തൃപ്തികരം. ആൻജിയോപ്ലാസ്റ്റി വിജയകരമെന്ന് ആശുപത്രി അധികൃതർ. സ്പോർട്സ് ന്യൂസ്. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ക്ലാസിക് പോരാട്ടങ്ങൾ. PSG മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടും. അത്ലറ്റിക്കോ മാഡ്രിഡ് AC മിലാനുമായി ഏറ്റുമുട്ടും. രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ നിലവാരം ഉയർത്തണമെന്ന് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. ബോളിംഗിലും ബാറ്റിംഗിലും ടീം കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുക്കണമെന്നും സഞ്ജു സാംസൺ.
IPL ഡൽഹി ക്യാപിറ്റൽസിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 3 വിക്കറ്റിന് തോൽപ്പിച്ചു. 128 റൺസ് വിജയലക്ഷ്യം. 18.2 ഓവറിൽ കൊൽക്കത്ത മറികടന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരമായി മാറി ഋഷഭ് പന്ത്. മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗിന്റെ റെക്കോർഡ് മറികടന്നു. വനിതകളുടെ ഏകദിന ബൌളിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യയുടെ ജൂലൻ ഗോസ്വാമി 727 പോയിന്റ് നേടി. ഓസ്ട്രേലിയയുടെ ജസ് ജോനാസ് ആണ് പട്ടികയിൽ 1ാം റാങ്കിൽ. ആന്ധ്രാപ്രദേശിൽ നടന്ന സൗത്ത് സോൺ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം ജേതാക്കൾ. ഫൈനലിൽ തമിഴ്നാടിനെ തോൽപ്പിച്ചാണ് കേരളം ചാമ്പ്യന്മാരായത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരം കുൽദീപ് യാദവ് നാട്ടിലേക്ക് മടങ്ങി. പരുക്ക് കാരണം ഈ സീസൺ താരത്തിന് നഷ്ടമായി. തിരിച്ചടിയായത് കാൽമുട്ടിനേറ്റ പരുക്ക്. ജില്ലാ വാർത്തകൾ. അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി BJP നദികൾ ശുചീകരിച്ചു. തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ സാമൂഹിക വിരുദ്ധർ മത്സ്യകൃഷി നശിപ്പിച്ചു. വീണ സോനുവിന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യകൃഷിയാണ് നശിപ്പിച്ചത്. 3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് നിഗമനം. വിവരാവകാശ നിയമപ്രകാരം ഉത്തരം ലഭിക്കാൻ വൈകിയാൽ ഫൈനും നഷ്ടപരിഹാരവും ലഭിക്കാൻ വ്യവസ്ഥയുണ്ടെന്ന് മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസൻ എം പോൾ. ലോക വിവരാവകാശ ദിനത്തോടനുബന്ധിച്ച് KPCC സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിൻസൻ എം പോൾ. കോമേഴ്സ് അധ്യാപകരുടെ സംഘടനയായ ACT ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റുമായി ചേർന്ന് ഏർപ്പെടുത്തിയ അധ്യാപക അവാർഡ് വിതരണം ചെയ്തു. വിരമിച്ച അധ്യാപകരെയും പ്രൊമോട്ടഡ് അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. കൊല്ലം കല്ലടയാച്ചൽ ഞാങ്കടവ് പാലത്തിൽ നിന്ന് യുവാവ് ചാടിയതായി സംശയം. ഫയർഫോഴ്സും സ്കൂബ ടീമും തെരച്ചിൽ നടത്തുന്നു. യുവാവ് സഞ്ചരിച്ചിരുന്ന ബൈക്കും മൊബൈൽ ഫോണും ആറ്റിന്റെ സമീപത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. കൊല്ലം വള്ളിക്കാവ് മത്സ്യചന്തയുടെ വികസനത്തിനായി പുതിയ പദ്ധതി. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തയ്യാറാക്കി നൽകിയ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കും. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. വള്ളികുന്നം സ്വദേശി പൊടിയൻ എന്ന അരുണിനെതിരെയാണ് നടപടി. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് തീരുമാനം. കനത്ത മഴയിൽ ആലപ്പുഴ ചാരുമൂട് ഗോഡൌണിലെ ഭക്ഷ്യശേഖരം വെള്ളം കയറി നശിച്ചു. 2 ലക്ഷം രൂപ വിലമതിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നശിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് തിരുവല്ല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചാലഞ്ച് നടത്തി. കോവിഡ് ബാധിതരായ സഹപ്രവർത്തകരെ സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് വെളിച്ചം 2021 എന്ന പേരിൽ ചാലഞ്ച് സംഘടിപ്പിച്ചത്. പത്തനംതിട്ട പെരിങ്ങര നടുവത്തുപടി റോഡ് പുനർനിർമ്മാണം പൂർത്തിയായി. MLA മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട തലമാനത്ത് മിൽമ പാൽ അളവ് കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. കോന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ എന്റെ ഗ്രാമം ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് കേന്ദ്രം തുടങ്ങിയത്. കാഞ്ഞിരപ്പള്ളിയിൽ ലൈസൻസ് ഇല്ലാത്ത കൗമാരക്കാരൻ ഓടിച്ച ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരുക്കേറ്റയാൾ മരിച്ചു. ഓട്ടോ ഡ്രൈവർ വേങ്ങത്താനം സ്വദേശി അഭിലാഷ് MS ആണ് മരിച്ചത്. അപകടമുണ്ടായത് ഇന്നലെ വൈകിട്ട്. കോട്ടയം തലപ്പലം പഞ്ചായത്തിൽ MLA എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അനുപമ വിശ്വനാഥ്, അപ്പച്ചൻ മുതലക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ G വേണുഗോപാലിന്റെ 7ാം ചരമവാർഷികം ആചരിച്ചു. കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ NK പ്രേമചന്ദ്രൻ MP അനുസ്മരണ പ്രഭാഷണം നടത്തി. കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ അനൂപ് ജോസിന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ച് പണം തട്ടാൻ ശ്രമിച്ച 19-കാരൻ പിടിയിൽ. അറസ്റ്റിലായത് പുനലൂർ സ്വദേശി റെനിൽ വർഗീസ്. ഇടുക്കി ഉടുമ്പന്നൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പെട്ടിക്കടയിൽ നിന്ന് നിരോധിത പുകയില ഉത്പന്നങ്ങൾ പിടികൂടി. കട ഉടമ തങ്കച്ചൻ കസ്റ്റഡിയിൽ. ഇടുക്കി ഈസ്റ്റ് കലൂരിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് വണ്ണപ്പുറം സ്വദേശി മാക്കൽ നിസാർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ വീടിന് മുകളിലേക്ക് മറിഞ്ഞ് 4 പേർക്ക് പരുക്ക്. അപകടമുണ്ടായത് വാളറയ്ക്ക് സമീപം. അപകടത്തിൽപ്പെട്ടത് എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ച കാർ. മൂവാറ്റുപുഴയിൽ നിർമ്മിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിമ അനാച്ഛാദനം ചെയ്യും. എറണാകുളം രാജഗിരി ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച സുരേഷിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. ഇടുക്കി വണ്ടൻമേട് സ്വദേശിയാണ് സുരേഷ്. സർക്കാരിന്റെ മൃതസഞ്ജീവനി വഴിയാണ് അവയവദാന പ്രക്രിയ നടത്തിയത്. തൃശൂർ കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി. അരിയന്നൂർ സ്വദേശി ഷെൽവന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. മണ്ണാർക്കാട് വെറ്ററിനറി പോളിക്ലിനിക്കിൽ സൗജന്യ പേവിഷ പ്രതിരോധ വാക്സിൻ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഉമ്മുസൽമ ഉദ്ഘാടനം ചെയ്തു.
പാലക്കാട് സേവാ സമർപ്പണ അഭിയാന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം നടന്നു. ബി.ജെ.പി. പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി പുഴക്കടവാണ് ശുചീകരിച്ചത്. മണ്ണാർക്കാട് വെറ്ററിനറി പോളിക്ലിനിക്കിൽ സൗജന്യ പേവിഷ പ്രതിരോധ വാക്സിൻ വിതരണം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. ഉമ്മു സൽമ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട്ടെ ഐക്യം കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മതമേലധ്യക്ഷന്മാർ സൗഹൃദ കൂടിക്കാഴ്ച നടത്തി. വലിയ ജുമാ മസ്ജിദ് ഖാസി ഉസ്മാൻ ഫൈസിയും പെരുമ്പടാരി ഹോളി സ്പിരിറ്റ് ഫൊറോന വികാരി ഫാദർ ജോർജ് സുരുത്തിപ്പള്ളിയും കൂടിക്കാഴ്ച നടത്തി. മണ്ണാർക്കാട് ഓർമ്മ കലാസാഹിത്യവേദി സാഹിത്യ സായാഹ്നവും ഒളപ്പമണ്ണ അനുസ്മരണവും നടത്തി. എം.എൽ.എ. കെ. ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. സേവാ സമർപ്പണ അഭിയാന്റെ ഭാഗമായി ബി.ജെ.പി. പ്രവർത്തകർ നദികൾ ശുചീകരിച്ചു. പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി. കൃഷ്ണകുമാർ നിർവഹിച്ചു. റിട്ടയർഡ് പട്ടാളക്കാരൻ എന്ന വ്യാജേന വീട്ടിൽ മദ്യവിൽപ്പന. മലപ്പുറം എരഞ്ഞിപ്പാലത്ത് വിജയചന്ദ്രനെതിരെ പോലീസ് കേസെടുത്തു. വീട്ടിൽ സൂക്ഷിച്ച 5 ലിറ്റർ മദ്യം കാളികാവ് പോലീസ് പിടികൂടി. പെരിന്തൽമണ്ണ നഗരത്തിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധം. സംയുക്ത കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. മലപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മിനി ഊട്ടി പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വേങ്ങര CI ഹനീഫ സി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഉളിയേരി ആനവാതിലിൽ ടിപ്പർ ലോറി മറിഞ്ഞു. ഡ്രൈവർക്ക് ഗുരുതര പരുക്ക്. പുത്തഞ്ചേരി ചാലിൽ ഗിരീഷിനാണ് പരുക്കേറ്റത്. കാനഡയിൽ വെച്ച് നടന്ന ഓൾട്ടർനേറ്റീവ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഷോർട്ട് ഫിലിം അവാർഡ് കരസ്ഥമാക്കി സ്പൈവെയർ എന്ന സയൻസ് ഫിക്ഷൻ ചിത്രം. ബ്ലെസൻ തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്തത്. ഗോഡ്സൺ തോമസ് ആണ് ഷോർട്ട് ഫിലിമിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചത്. കോവിഡ് ടെസ്റ്റിന് ശേഷം നിരീക്ഷണത്തിൽ കഴിയാത്തവർക്കെതിരെ വയനാട് ജില്ലാ ഭരണകൂടം കേസെടുത്തു. കുടുംബശ്രീ പ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് നടപടി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 15 കേസ് രജിസ്റ്റർ ചെയ്തു. കർഷക സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ധർണാ സമരം നടത്തി. പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. കണ്ണൂർ പൊന്നിയംപാലം പുഴയ്ക്കൽ മഹൽ ജമാഅത്ത് കമ്മിറ്റി നടപ്പാക്കുന്ന ആട് ഗ്രാമം പദ്ധതിക്ക് തുടക്കം. മഹലിലെ 18 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ആടുകളെ വിതരണം ചെയ്തത്. കണ്ണൂർ പുഴക്കുളങ്ങരയിൽ അങ്കണവാടിക്ക് സൗജന്യമായി സ്ഥലം വിട്ടു നൽകി. തലോറ ദിവാകരൻ ജ്യോത്സരിൽ നിന്ന് മന്ത്രി M.V. ഗോവിന്ദൻ രേഖകൾ ഏറ്റുവാങ്ങി. 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും വിധിച്ച് കാസർഗോഡ് പോക്സോ കോടതി. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി. കാസർഗോഡ് പയ്യങ്കയിൽ നിരോധിത മയക്കുമരുന്നായ MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് തൃക്കരിപ്പൂർ സ്വദേശി N. ഷംസീർ, ചെറുവത്തൂർ സ്വദേശി AC അബ്ദുൽ ഖാദർ എന്നിവർ. കാസർഗോഡ് ചെറുവത്തൂരിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് സഞ്ചരിച്ച ബൈക്ക് പിടികൂടി. പോലീസിനെ വെട്ടിച്ചു കടന്ന ബൈക്ക് യാത്രികനായി തെരച്ചിലൂർജിതം. എന്റർടൈൻമെന്റ് ന്യൂസ്. തപ്സി പന്നു നായികയാകുന്ന രശ്മി റോക്കറ്റ് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. ഒക്ടോബർ 15-ന് ചിത്രം C5 പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും. ആകർഷ് ഖുറാനയാണ് സംവിധാനം. പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തുന്ന ക്രൈം ത്രില്ലർ ഭ്രമത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഉണ്ണി മുകുന്ദൻ, റാഷി ഖന്ന, സുധീർ കരമന, മമത മോഹൻദാസ് എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ. ഒക്ടോബർ 7-ന് ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യും. വിജയ് ദേവരകൊണ്ട നായകനാകുന്ന ലൈഗറിൽ ബോക്സിംഗ് ഇതിഹാസം മൈക്ക് ടൈസൺ അഭിനയിക്കുന്നു. പൂരി ജഗന്നാഥാണ് സംവിധാനം. ബോളിവുഡ് നടി അനന്യ പാണ്ഡെയാണ് നായിക. ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുത്തതായി വ്യാജ പ്രചാരണം. കോൺഗ്രസ് നേതാവ് മനീഷ് ഛത്രതാണ് ചിത്രത്തിലുള്ളത്. 2018-ൽ ഹിന്ദുസ്ഥാൻ ടൈംസ് ഫോട്ടോഗ്രാഫർ അരവിന്ദ് യാദവ് പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. തമിഴ്നാട്ടിൽ 1630 പേർക്ക് കോവിഡ്. 17 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 35,526 ആയി. 1643 പേർക്ക് രോഗമുക്തി. ഡൽഹിയിലെ സ്കൂളുകളിൽ ദേശഭക്തി കരിക്കുലം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. വിദ്യാർത്ഥികളിൽ ദേശീയ അവബോധം വളർത്തുകയാണ് ലക്ഷ്യമെന്ന് ഡൽഹി മുഖ്യമന്ത്രി. IPL-ൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 136 റൺസ് വിജയലക്ഷ്യം. 6 വിക്കറ്റ് നഷ്ടത്തിലാണ് പഞ്ചാബ് 135 റൺസ് എടുത്തത്. കോൺഗ്രസ് നിന്ന് രാജിവെച്ച ഗോവ മുൻ മുഖ്യമന്ത്രി ലൂസിന്യോ ഫെലേറോ കൊൽക്കത്തയിലെത്തി. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി. ലൂസിന്യോ ഫെലേറോ നാളെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നേക്കും. ഡൽഹിയിൽ പടക്കങ്ങൾ പൊട്ടിക്കുന്നതിനും വിൽക്കുന്നതിനും പൂർണ്ണ നിരോധനം. 2022 ജാനുവരി 1 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്.